അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ഇപ്പോൾ ജനവാസ മേഖലയിലെത്തി. ഏഴാറ്റുമുഖത്തെ വീട്ടുവളപ്പിലാണ് ഇപ്പോൾ ആനയുള്ളത്. നിരവധി വാഴകളും കൃഷിയും ഒക്കെ ആന നശിപ്പിച്ചു കളഞ്ഞു. ആനയെ തുരത്താൻ വനംവകുപ്പ് ഇപ്പോൾ ശ്രമിക്കുകയാണ്. സൂരജ് അജി അതിരപ്പള്ളിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. സൂരജ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ആ മുറിവേറ്റ ആനയുള്ള വീട്ടുവളപ്പിലാണ് നമ്മൾ ഉള്ളത്. ഇവിടുത്തെ, അതായത് ഏഴാറ്റുമുഖത്തെ ആൻഡോ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഈ ആനയുള്ളത്. കുറച്ചു മുമ്പാണ് ആന ഇവിടെ എത്തിയത്. ഇപ്പോഴും കാണാം, വാഴകളെല്ലാം ആന മറിച്ചിട്ട്, നിരവധി വാഴകളാണ് ആന ഇതിനോടകം തന്നെ മറിച്ചിട്ടത്. ആന ഇപ്പോൾ ഈ വാഴ മറിച്ചിട്ട് തിന്നുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിൻ്റെ ആ ആനയുടെ പുറത്തെ ഭാഗം കണ്ടാലൊക്കെ അറിയാം ആനയുടെ ശരീരം എത്രമാത്രം ക്ഷീണിച്ചു എന്നുള്ള ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആനയുടെ പുറം ഭാഗം നോക്കിയാൽ പോലും ആനയുടെ ശരീരത്തിലടക്കം വന്ന മാറ്റം നമുക്ക് വളരെ പ്രകടമാണ്. നമ്മളോടൊപ്പം ഈ കുടുംബനാഥൻ കൂടി ചേരുകയാണ്. എന്താ ചേട്ടാ സംഭവിച്ചത്? അത് രാവിലെ എത്തിയതാണ്. പക്ഷെ അതിന് കടുപ്പമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണില്ലേ. വാഴ മാത്രമേ കഴിക്കുന്നുള്ളൂ. മറ്റുള്ളത് ഒടിച്ച് കളയുന്നു, നശിപ്പിച്ച് കളയുന്നു. വാഴ മാത്രം, അത് ഇളം മൃദുവായ ഭക്ഷണം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് എത്ര വാഴ ഇപ്പം നശിപ്പിച്ചു? ഇതിപ്പോൾ അങ്ങേറ്റം മുതൽ കുറേ പേരെയായി. പിന്നെ ആനേനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആരും ഉപദ്രവിക്കാനോ ഇതിനൊന്നും പോണില്ല. കാരണം ഇത് പരിക്ക് പറ്റിയാണ് ആനയാണ്. വളരെ നാളായി പരിക്ക് പറ്റിയിട്ട്. ഒരു പ്രാവശ്യം ചികിത്സ നടത്തി വിട്ടതാണ് ഇപ്പോൾ അബദ്ധമായത്. അത് അന്നേ ആ ചികിത്സ പൂർണ്ണമാക്കി വിട്ടെങ്കിൽ ഇത്രയും ക്ഷീണം വരില്ലായിരുന്നു. അത് തന്നെയാണ് സ്കേൻ. അതായത് ഒരു തവണ ഈ ചികിത്സിച്ചതാണ് ആനയെ, സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി. അന്ന് ഈ മയക്കുവെടി വെച്ച് ഈ ആനയുടെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് വിട്ടയച്ചതാണ്. പക്ഷെ അതിനുശേഷം അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. ഇതോടുകൂടിയാണ് ആന ഈ വല്ലാത്തൊരു ആരോഗ്യാവസ്ഥയിലേക്ക്, ആരോഗ്യം തന്നെ പൂർണ്ണമായും അവശതയിലേക്ക് എത്തുന്ന തരത്തിലെത്തി ആന പിന്നീട് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങി. അത് ഈ നാട്ടുകാർ പറയുന്നത്, ഈ ആനയ്ക്ക് എണ്ണപ്പന അടക്കം കുത്തിമറിക്കാൻ കഴിയില്ല, അതിൻ്റെ മസ്തകം ഉപയോഗിച്ച് കുത്തിമറിക്കാൻ കഴിയില്ല. ഈ മസ്തകത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത്, അണുബാധ ഉണ്ടെന്നുള്ളത് ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിച്ച വിവരമാണ്. അതുകൊണ്ട് തന്നെ മസ്തകം ഉപയോഗിച്ച് ഈ വലിയ എണ്ണപ്പനയെ ഒന്നും തന്നെ ഈ ആനയ്ക്ക് കുത്തിമറിക്കാൻ സാധിക്കാതായതോടെയാണ് ആന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിയിടത്തിലടക്കം എത്തി ഈ വാഴകളും മറ്റും നശിപ്പിക്കുന്നതെന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഗൃഹനാഥൻ പറയുന്നത് തൻ്റെ വാഴയാണ്, പക്ഷെ അത് കുഴപ്പമില്ല, മുറിവേറ്റ ആനയല്ല, അത് കഴിക്കട്ടെ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏറെ നേരമായി ആന ഇവിടെ തമ്പടിച്ചിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. അവർ ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇത് ചാലക്കുടി പുഴയാണ് സ്കേൻ. പുഴയോട് ചേർന്ന ഒരു പുരയിടത്തിലാണ് ആന ഇപ്പോൾ ഉള്ളത്. ഈ പുഴ കടത്തി ആനയെ പുഴയിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് വനംവകുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ആനയെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് ആന പോയിരുന്നു. ഇന്ന് ആന എവിടെയാണ് എന്ന് വനംവകുപ്പ് തിരയുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഏഴാറ്റുമുഖത്തിന് സമീപം ഈ പുരയിടത്തിൽ തന്നെ ആനയുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. എന്തായാലും ആനതാ നിരവധി വാഴകളടക്കം നശിപ്പിച്ച് ആ വാഴ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ആനയുടെ ആ മുകൾ ഭാഗം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആനയുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമാണ് എന്നുള്ളത്. അതിൻ്റെ പുറത്ത്, അതായത് ആനയുടെ പുറത്ത് ആ തൊലിയൊക്കെ വലിഞ്ഞ് കൃത്യമായ ആനയുടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണുള്ളത്. എസ്കേ, ഓക്കെ. അതിരപ്പള്ളിയിൽ മുറിവേറ്റ ആനയുടെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷക സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. എപ്പോഴും നമ്മുടെ ക്യാമറ കണ്ണുകളിൽ ആനയ്ക്കൊരു താല്പര്യമുണ്ടെന്ന് തോന്നി. ആന വന്ന് കയറുകയാണ് പതിവ്. ഇപ്പോൾ ആന ഒരു കൃഷിയിടത്തിൽ വളരെ വളരെ സമീപത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ മുറിവേറ്റ ആനയായതുകൊണ്ട് അപകടമൊന്നും കാണിക്കില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് അവിടുത്തെ ജനങ്ങൾ. എന്തായാലും എത്രയും പെട്ടെന്ന് വനംവകുപ്പ് മന്ത്രി ഇതിൽ ഇടപെടുന്നുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോട് ഇതിൽ കാര്യമായി ഇടപെട്ട് ഈ ആനയുടെ ജീവൻ രക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.